അതായത് ഇന്ന് പല കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, പല കുട്ടികളും ഒരു നിസ്സാര കാര്യത്തിന് പോയി സൂയിസൈഡ് ചെയ്യുന്നു അല്ലേ. ഇന്ന് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ഒരു പക്ഷേ വീട്ടിൽ അനിയനോ പെങ്ങളോ ചോദിച്ചപ്പോൾ ഒരു മൊബൈൽ തന്നില്ല, അല്ലെ വീട്ടിൽ പേരൻസ് മൊബൈൽ ഉപയോഗിക്കാൻ അനുവദിച്ചില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇന്ന് കുട്ടികൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഓടിക്കളിച്ച് കൂട്ടുകാരുടെ കൂടെ പുറത്തിറങ്ങി ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ടായിരുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ്, അല്ലെ അന്നത്തെ കാലത്ത് ക്രിക്കറ്റില്ല, ഫുട്ബോളിലെ ചെറിയ നാടൻ പന്ത് കളിയോ എന്തെങ്കിലും ആയിരിക്കും. അന്നത്തെ നമ്മുടെ ഓരോരുത്തരും ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ആ പുറത്തു പോയുള്ള കളികൾ, അതായത് ഒരു ഔട്ട്ഡോർ ഗെയിംസ് ഇന്നത്തെ ആൾക്കാർക്കില്ല, ഇന്നത്തെ കുട്ടികൾക്കില്ല. അപ്പോൾ കൂടി ഇവർക്ക് പരിചയമുള്ളത് ഇതുമായിട്ട് മാത്രമേ ഉള്ളൂ, മെഷീൻസുമായിട്ട് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ മൊബൈൽ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ അവരുടെ ടോയ്സ്, ഇതുപോലത്തെ സാധനങ്ങളുമായിട്ട് മനുഷ്യനുമായിട്ടുള്ള ഇതില്ല. ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. സ്കൂളുകളിലാണെങ്കിലും ഫെയിലിയർ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എല്ലാ A+ഉം B+ഉം തന്നെയാണ്. ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തത് വളരെ ഗുരുതരമായ വലിയ ലെവലിൽ ബിസിനസ്സിലെത്തിയിട്ടുള്ള ലോകോത്തര ബിസിനസ്സുകാരൊക്കെ പറയുന്നത് അവരുടെ കുട്ടികൾ ഫെയിലാകാത്തതാണ്. നിങ്ങൾ ഡെയർ ടു ഫെയിൽ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ആൻ്റണി റോബിൻസിൻ്റെ. അതിനകത്ത് ഏറ്റവും അവരകത്ത് വലിയ ലോകോത്തര കമ്പനികളെ നയിക്കുന്ന ആൾക്കാരുടെ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് അവരൊക്കെ പറയുന്നത് അവരുടെ മകൻ 30കളിലാണ്, ഇതുവരെ അവർ ഫെയിലിയർ കണ്ടിട്ടില്ല. അതാണ് അവരെ ഏറ്റവും കൂടുതൽ വറി ചെയ്യിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഫെയിലായത് അവർക്ക് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല, മക്കൾ ഇതുവരെ ഫെയിലാകുന്ന അവർക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനാണ് അവർ നോക്കിയിരിക്കുന്നത്. അതായത് ഫെയിലായാണ് മാത്രമാണ് മച്യൂരിറ്റി വരുന്നത് എന്ന് പറയുന്നില്ല. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെറിയ മിസ്റ്റേക്കുകൾ വന്ന് ഇതിനകത്ത് ഒത്തിരി നമ്മൾ അറിയാത്ത ലേണിങ് നടക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ആ നിയമത്തിനകത്ത് നിന്ന് നമ്മൾ കളിക്കണം. ജീവിതത്തിൽ ഇത് തന്നെയല്ലേ, ശരിക്കും ആലോചിക്കുക. ആ നിയമത്തിനകത്ത് നിന്ന് നമ്മൾ പോകണം, നിയമത്തിന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഔട്ടാവും. സെയിം തന്നെയാണ് ഇതിനകത്തൊക്കെ. നമ്മൾ അറിയാതെ കുറേ ലേണിംഗ് ഉണ്ട്. അത് നമ്മുടെ ലൈഫിലെ വിജയത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കും. ഇവിടെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, കൃത്യമായിട്ട് നമുക്ക് ഗൈഡ് ലൈൻ കിട്ടുന്നുണ്ട്. എത്ര വരെ പോകാം, സപ്പോർട്ട് ലെവൽ എവിടെ വരെയാണ്, റെസിസ്റ്റൻസ് ലെവൽ എവിടെയാണ്, ടാർഗറ്റ് എവിടെയാണ്. സപ്പോർട്ട് ലെവലിൻ്റെ അവിടെ ആണെങ്കിൽ താഴോട്ട് ഇറങ്ങുന്ന ലെവലാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും റിസ്ക് എടുക്കാം. റെസിസ്റ്റൻസ് ലെവലാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കരുത്. ആ 10% വെച്ച് മാത്രമേ കളിക്കാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും നമ്മൾ ചില സമയത്ത് നമ്മൾ കുട്ടികളൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ റെസിസ്റ്റൻസ് ലെവലിലാണ്. ആ സമയത്ത് നമ്മൾ കുറേ റിസ്ക്കൊക്കെ എടുക്കും ചെറുപ്രായത്തിൽ. അതിൻ്റെ അപകടങ്ങൾ ചിലപ്പോൾ മിക്കാതെ നമുക്ക് വരും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാമെന്നുള്ളൂ. നമ്മൾ ജീവിതത്തിലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കും. നമ്മൾ തൽക്കാലം പേരൻസ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ശകലം അവരറിയണ്ട, നിയമമൊക്കെ ഇതാണ് നമുക്കറിയാം. എങ്കിലും നമ്മൾ അറിയാതെ എന്തെങ്കിലും കള്ളത്തരം പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും, അയ്യോ അത് അന്ന് അവർ പറഞ്ഞത് ഇതുകൊണ്ടാണെന്ന് മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് ലൈഫ് ലേണിംഗ് ആണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് അറിയാതെ ചെയ്തു, റെസിസ്റ്റൻസിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും നിർത്തി ചാടി കയറി കയ്യിലുള്ളത് ആരോടും പറയണ്ട. തൽക്കാലം നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് എന്തായാലും പ്രൈസ് മുകളിലേക്കാണ് സിഗ്നലെല്ലാം കാണിക്കുന്നത്, നമുക്കൊന്ന് ബൈ ചെയ്തേക്കാം, ഓരോ പ്രാവശ്യത്തേക്കൊന്ന് ചെയ്തേക്കാം എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ വാങ്ങും, അന്നേരം മാർക്കറ്റ് താഴോട്ട് പോയി നമ്മുടെ പൈസ എമൗണ്ട് ബ്ലോക്കായി. അപ്പോൾ നമുക്കിതിനകത്തൊക്കെ നമ്മളറിയാത്ത കുറേ ലേണിങ്ങുകൾ നടക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പോർട്സും ഗെയിംസും പോലെ കാണാവുള്ളൂ. നമ്മൾ ഒരു സ്പിരിറ്റാണ്. നമ്മളൊരു സംഭവം ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്പിരിറ്റ്, ആ ഒരു സ്പിരിറ്റ് ആയിട്ട് മാത്രം ആണ് നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് എന്തായാലും നമുക്കൊരു ഏറ്റവും വലിയ ഒരു പറയാൻ പറ്റുന്നത്, നിങ്ങൾ നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വെറും $9,100 എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആൾക്കാരെ സംബന്ധിച്ച് എത്രയോ പൈസ എവിടെയെല്ലാം കൊണ്ട് കൊടുത്ത് എന്തെല്ലാം റിസ്ക് എടുക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താ റിസ്ക്?